ഹലോ എവരി വൺ. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ ഈ വീഡിയോയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു HR ഡാറ്റ അനാലിസിസ് ഡാഷ്ബോർഡാണ്. സോ നമ്മുടെ കയ്യിൽ നമുക്ക് ഓൾറെഡി ഒരു HR ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. സോ നമുക്ക് കുറച്ച് അനാലിസിസ്, അതുപോലെ തന്നെ കുറച്ച് KPI വാല്യൂസൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളെ റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് KPIs നമുക്ക് വേണ്ടത് ടോട്ടൽ ഹെഡ് കൗണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് എംപ്ലോയീസ്, അതുപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ആക്റ്റീവ് എംപ്ലോയീസ് വേണം നമുക്ക്. അതുപോലെ തന്നെ ടെർമിനേറ്റഡ് എംപ്ലോയീസ്, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ടെർമിനേറ്റഡ് എംപ്ലോയീസ്. മെയിൽ എംപ്ലോയീസ്, എത്ര മെയിൽ എംപ്ലോയീസ് ഉണ്ട് അതിൻ്റെ പെർസെൻറ്റേജ്. ഫീമെയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് അതിൻ്റെ പെർസെൻറ്റേജ്. പിന്നെ നമുക്ക് അനാലിസിസ് പാർട്ടിൽ വരുന്നത് എംപ്ലോയീസ് ബൈ മാരിറ്റൽ സ്റ്റാറ്റസ്, എംപ്ലോയീസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയീസ് ബൈ പെർഫോമൻസ്, റിക്രൂട്ട്മെൻറ്റ് സോഴ്സ്, എംപ്ലോയി ബൈ റിക്രൂട്ട്മെൻറ്റ് സോഴ്സ്, അതുപോലെ തന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സ്കോർ. അതൊക്കെയാണ് നമുക്ക് അനാലിസിസ് പാർട്ടിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെഡ് കൗണ്ട് ബൈ സൈസ്, സ്റ്റേറ്റ്, അത് നമുക്ക് മാപ്പ് വിഷ്വലാണ്. കാരണം ലൊക്കേഷൻ വൈസ് എത്ര ആളുകൾ നമ്മുടെ കമ്പനിയിലത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ സാലറി എത്ര വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് സാലറിൻ്റെ സ്പ്ലിറ്റപ്പ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിനകത്ത് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. സോ ഐ കീപ്പ് വൺ ഡാറ്റ സെറ്റ് ഹിയർ. ഇതിസ് ഫോൾഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ഡാറ്റ സെറ്റ് ഓൾറെഡി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയലിനകത്ത് ഓൾറെഡി ഈ ഫോൾഡറിനകത്ത് ഞാൻ ഓൾറെഡി ഒരു HR ഡാറ്റ സെറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ടൈപ്പ് കോമ സെപ്പറേറ്റഡ് ആണ്, CSV ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, മൈക്രോസോഫ്റ്റ് പവർ BI ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ ആ ഒരു ഡാറ്റയെ എക്സൽ അല്ല, ദാറ്റ് ഈസ് CSV ഫയലാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ആ CSV ഫയലിനതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി സെയിം പാത്ത് തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് ടൈം അത് ഓപ്പൺ ചെയ്തുകൊണ്ടായിരിക്കാം അത് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. സോ HR ഡാറ്റ എന്നുള്ള ഫയൽ ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, നമുക്കെന്ത് ചെയ്യാം, ഡാറ്റ ഒന്ന് പ്രിവ്യൂ ചെയ്യാം. ഇവിടെ എംപ്ലോയി ID വരുന്നുണ്ട്, എംപ്ലോയി നെയിം, സാലറി, അതുപോലെ തന്നെ പൊസിഷൻ, സ്റ്റേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഹയറിംഗ് ഡേറ്റ്, ടെർമിനേഷൻ ഡേറ്റ്, എംപ്ലോയി സ്റ്റാറ്റസ്, ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് സോഴ്സ് വരുന്നുണ്ട്, പെർഫോമൻസ് സ്കോർ നമുക്ക് ആവശ്യമുള്ളതാണ്, അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് സർവേ നമുക്ക് ആവശ്യമില്ല എന്നാലും അതിനകത്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് പവർ BIയിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, വൺസ് ഇറ്റ് ഈസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഡാറ്റ പേനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റ സെറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ നമുക്കത് ഒന്നുകൂടി പ്രിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ടാബ്ലോ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡാറ്റ ഒന്നുകൂടി പ്രിവ്യൂ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എംപ്ലോയി ID എന്നുള്ള കോളം ആവശ്യമുണ്ട്, എംപ്ലോയി നെയിം നമുക്ക് ഫ്യൂച്ചർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി ഇപ്പോൾ നമ്മൾ കറണ്ട് അനാലിസിസിന് ആവശ്യമില്ല. സാലറി ആവശ്യമുണ്ട്, പൊസിഷൻ ആവശ്യമില്ല, സ്റ്റേറ്റ് ആവശ്യമുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ആവശ്യമില്ല, ജെൻഡർ നമുക്ക് ആവശ്യമുണ്ട്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഹയറിംഗ് ഡേറ്റ് നമുക്ക് ഈ ഒരു ഡേറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഫിൽറ്ററൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ടെർമിനേഷൻ ഡേറ്റ് നമുക്ക് ആവശ്യമില്ല, എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് നമുക്ക് ആവശ്യമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് സോഴ്സ്, പെർഫോമൻസ് സ്കോർ, അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് സർവേ, അതുപോലെ തന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സ്കോർ നമുക്ക് ഓൾറെഡി അനാലിസിസിന് ആവശ്യമുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു ഡാറ്റ സെറ്റിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, പവർ ക്വറി ഓപ്പൺ ചെയ്തു.